അങ്ങിത് എന്താണ് ചെയ്യുന്നത് ഋഷിഭൃംഗി? പ്രായച്ചിത്തം ചെയ്തു പോയ അപരാധത്തിനുള്ള പ്രായച്ചിത്തം ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് നന്ദി. എന്തപരാധം? അജ്ഞാനം കൊണ്ട് ആ മഹാസംഗമരാത്രിയിൽ പ്രഭുവിന്റെയും മാതാവിന്റെയും ഒത്തുചേരലിനിടയിൽ ഒരു വണ്ടായി ചെന്ന് തടസ്സം സൃഷ്ടിച്ച എന്റെ അപരാധത്തിനുള്ള പ്രായച്ചിത്തമാണ് നന്ദി. അത് സത്യമാണ് ഋഷിഭൃംഗി. പ്രഭുവിന്റെ മാതാവിന്റെ പൂർണ്ണതയിലാണ് പ്രപഞ്ചം മുന്നോട്ടു പോകുന്നത്. അവർ പരസ്പര പൂരകങ്ങളാണ്. പക്ഷേ അവരുടെ സംയോഗം ഇപ്പോൾ ഒരു സ്വപ്നം പോലെയാണ്. പ്രഭുവും മാതാവും രണ്ട് ദിശകളിലായി വേർപിരിഞ്ഞു. ഇനി എപ്പോഴാണ് അവർ ഒന്നു ചേരുക എന്നും ഈ സമസ്യകൾക്ക് അന്ത്യമുണ്ടാവുക എന്നതും അറിയില്ല. നന്ദി, മഹാദേവൻ അഭീഷ്ടവരദായകനാണ്, എല്ലാവർക്കും നൽകാറുണ്ട്. ഞാൻ നിർമ്മിച്ച ഈ ശിവലിംഗത്തിൽ മാതാവ് പാർവതി എത്തി അഭിഷേകം നടത്തുകയാണെങ്കിൽ ആ കരങ്ങൾ കൊണ്ടുള്ള പൂജയുടെ ഫലമായി ഒരുപക്ഷെ മഹാദേവന് കരുണ തോന്നിയേക്കാം. അങ്ങനെ മാതാവിന്റെ ദുഃഖവും അവസാനിച്ചേക്കാം. ഋഷിഭൃംഗി സത്യമാണ് പറയുന്നത് നന്ദി. നന്ദി, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. അവിടുന്ന് പോയി മാതാവിനെ സമ്മതിപ്പിച്ച് ഈ പൂജയ്ക്കായി കൊണ്ടുവന്നാലും. ശരി, ഞാൻ പോകാം. ഒരുപക്ഷെ മാതാവിന്റെ ഈ പൂജയിലൂടെ ഈ ശിവലിംഗത്തിലൂടെ നമ്മുടെ പ്രഭുവിന് നമ്മെക്കുറിച്ച് ഓർമ്മ വന്നല്ലോ. വരും നന്ദി, അദ്ദേഹം തീർച്ചയായും വരും. ഞാൻ പോയി വരാം ഋഷിഭൃംഗി. ശിവ, നീ എന്നെ ഉപേക്ഷിച്ച് പോവില്ലല്ലോ അല്ലേ? ഇല്ല അമ്മേ, ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാകും. ഒരിക്കലും എവിടെയും പോകില്ല. ഇത്തവണ പോവുകയാണെങ്കിൽ വേഗം തന്നെ മടങ്ങി വരിക എന്നത് ഒരിക്കലും സംഭവ്യമാകില്ല. മാതാവേ, അവിടുന്ന് ഈ വിരഹാഗ്നിയിൽ എരിയുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാകുന്നില്ല. ശിവനില്ലെങ്കിൽ നാം ഒന്നുമല്ല നന്ദി. അങ്ങനെ വിചാരിക്കരുത് മാതാവേ. അവിടുന്ന് സ്വയം ശക്തിയാണ്. അവിടുത്തെ ശക്തിയിൽ നിന്നാണ് പ്രഭു പ്രചോദനം ഉൾക്കൊള്ളുന്നത്. അവിടുന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണത. അവിടുത്തെ അസാന്നിധ്യത്തിൽ അദ്ദേഹവും അപൂർണനാണ്. ചരിത്രം അതിന് സാക്ഷിയാണ്. എപ്പോഴൊക്കെ പ്രഭു നിഷ്ക്രിയമായിട്ടുണ്ടോ അപ്പോഴൊക്കെ അവിടുന്ന് അദ്ദേഹത്തെ ജാഗരൂകനാക്കിയിട്ടുണ്ട്. മാതാവ് സതിയുടെ മൃത്യുവാണെങ്കിലും അവിടുന്ന് മഹാദേവനെ വരിക്കാൻ സഹിച്ച ത്യാഗങ്ങളാണെങ്കിലും പ്രഭുവിനെ സന്യാസത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതും ലോക നന്മയ്ക്കായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചതും അവിടുന്ന് തന്നെയാണ്. ഇത്തവണയും അവിടുന്ന് തന്നെയാണ് അത് ചെയ്യേണ്ടത്.
കൈലാസം നിങ്ങൾ ഇരുവരുടെയും സാന്നിധ്യത്തിലാണ് പൂർണ്ണമാകുന്നത്. പ്രഭുവിൻ്റെ അസാന്നിധ്യമുണ്ടെങ്കിലും കൈലാസത്തിൻ്റെ ഓരോ അണുവിലും അദ്ദേഹം വസിക്കുന്നുണ്ട് മാതാവേ. മാതാവേ, ഞങ്ങൾ പുറത്ത് പ്രഭുവിൻ്റെ ശിവലിംഗം നിർമ്മിച്ചിരിക്കുകയാണ്. അവിടുന്ന് ശരി നന്ദി. എന്റെയും മഹാദേവന്റെയും ദാമ്പത്യം ഞങ്ങളുടെ വ്യക്തിപരമായ വിഷയമാണ്. പക്ഷെ അവിടുത്തെ വിശ്വാസം, കൈലാസത്തിൽ വസിക്കുന്ന മഹാദേവന്റെ ഭക്തരുടെ വിശ്വാസം ഞാൻ തകർക്കാൻ ആഗ്രഹിക്കുന്നില്ല. മിത്രമേ ശിവ, മിത്രമേ. മൂഢ, ഒരു സഹായം ചെയ്യാമോ? ഈ കുടത്തിലുള്ള ജലം ശിവന് സ്നാനത്തിനുള്ളതാണ്. ഇത് പുറത്തു കൊണ്ടുവയ്ക്കാമോ? എന്റെ കാലിന് വല്ലാത്ത വേദനയാണ്. മിത്രത്തിന് വേണ്ടിയല്ലേ? ഞാൻ സന്തോഷത്തോടെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിന്റെ മിത്രത്തെ നിനക്ക് സ്നാനം ചെയ്യിക്കാമോ? എന്റെ മിത്രം പറഞ്ഞിട്ടുണ്ട് നാം എല്ലാവരെയും സഹായിക്കണമെന്ന്. എങ്കിൽ ഈ കുടം പുറത്തേക്ക് കൊണ്ടുപോകൂ. ഇത് പാലാണല്ലോ. അത് ശരി, മനസ്സിലായി. ഇന്നെന്റെ മിത്രം ഇതുകൊണ്ടാണ് സ്നാനം ചെയ്യുന്നത്. വന്നാലും മാതാവേ, മഹാദേവ, അങ്ങ് ഞങ്ങളെല്ലാം മറന്നിട്ടുണ്ടാകാം. പക്ഷെ ഞങ്ങൾക്കതിനാവില്ല. പറഞ്ഞാലും സ്വാമി. അന്ധകാരത്തിൽ നിന്നും നിനക്ക് മുക്തി നൽകാൻ സമയമായി.
നിനക്ക് സ്വതന്ത്രനാകാം. തയ്യാറാണോ മൃത്യുവിന്റെ വരത്തിനായി? ഞാൻ തയ്യാറാണ് സ്വാമി. അത്യധികം സമാധാനപൂർവമായി അനസൂയയ്ക്ക് മൃത്യുപ്രാപ്തമാകും. ഈ മഹാവിഷം ക്ഷണനേരം കൊണ്ട് അവളെ ഇല്ലാതാക്കും. ബാലശിവന്റെ ശക്തി പരീക്ഷിക്കാനുള്ള എന്റെ പദ്ധതി ഇതിലൂടെ സഫലമാകും. ഇതെങ്ങനെയാണ് എല്ലാവരെയും ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്താൻ പോകുന്നതെന്ന് കണ്ടോളൂ. ബാലശിവന്റെ ഉള്ളിൽ ശിവന്റെ എല്ലാ ശക്തികളും കുടികൊള്ളുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായും അനസൂയയെ രക്ഷിക്കാൻ ശ്രമിക്കും. വിശങ്ക, ഞാൻ നിന്നെ ഒരു ജോലി ഏൽപ്പിക്കുകയാണ്. കാരണം നിനക്ക് മാത്രമേ ഈ വിഷത്തെ കണ്ഠത്തിൽ വഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ മഹാവിഷം വളരെ ജാഗ്രതയോടെ കൊണ്ടുപോയി അനസൂയയുടെ ഭവന പരിസരത്ത് നിക്ഷേപിക്കൂ. ശരി, ഇനി ശരീരത്തിലെ ഈർപ്പം ഉണങ്ങട്ടെ. ഞാൻ ശുദ്ധിയായിട്ട് വരാം. അമ്മ പറഞ്ഞത് ശരീരം ഉണങ്ങണമെന്നാണ്. ദേവി, വേഗം വന്നാലും. ശിവ അവിടെ. ശിവ, അനസൂയ രക്ഷപ്പെട്ടിരിക്കുന്നു. അവൾ ഇവിടുന്ന് സ്നാനം ചെയ്യാതെ പോകാൻ പാടില്ലായിരുന്നു. ഒരു തവണ നദിയിലേക്ക് ഇറങ്ങിയാൽ മതി. ജലത്തിലെ വിഷം അനസൂയയെ ഇല്ലാതാക്കും. പിന്നെ ഒരിക്കലും രക്ഷപ്പെടാനാവില്ല.
എന്താ ഇവിടെ ചെയ്യുന്നത്? അമ്മയുടെ ആജ്ഞ അനുസരിക്കായിരുന്നു അമ്മേ. എന്റെ ആജ്ഞ പാലിച്ചെന്നോ? ഞാൻ എപ്പോഴാ പറഞ്ഞത് ഭസ്മം പൂശി നൃത്തം ചെയ്യാൻ? അമ്മേ, അമ്മയല്ലേ എന്നോട് പറഞ്ഞത് ശരീരം ഉണക്കണമെന്ന്? നോക്കി, ഇപ്പൊ ശരീരം ഉണങ്ങിയില്ലേ? ശരി, ഞാൻ ഇനി നിന്നോട് സംസാരിക്കാൻ വരുന്നില്ല. നീ എന്റെ വാക്കുകൾ അനുസരിക്കുന്നില്ലല്ലോ. ഇനിയും ഭസ്മം പൂശിക്കോളൂ, എന്നിട്ട് നൃത്തം ചെയ്യ്. ഇങ്ങനെ തന്നെ ഭവനത്തിലേക്ക് പോകാം. ഇനി എന്ത് ചെയ്യും സഹോദര? അമ്മ ഇന്ന് ഒരുപാട് ദേഷ്യത്തിലാണ്. സ്വയം മൃത്യുവിനെ വരിക്കാൻ അനസൂയ വരികയാണ്. അമ്മേ, അമ്മേ, എന്റെ ജോലി തടസ്സപ്പെടുത്താൻ വന്ന ഈ ബാലകൻ ആരാണ്? ആദ്യം ഞാൻ ശുദ്ധിയായി വരാം അമ്മേ.